ഹായ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമുക്കിന്നൊരു ചെറിയൊരു ഹേർട്ട് ഷേപ്പിൽ ഉള്ളൊരു സംഭവം ചെയ്യാം. ഒരു ചെറിയൊരു ട്രിക്കാണ്. ആ ഒരു സംഭവം എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് നോക്കാം. ആദ്യം ഞാനൊരു പീസ് ബ്ലാക്ക് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ചാർട്ട് വാങ്ങാൻ കിട്ടും, കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. എനിക്ക് ഇതൊരു 8-9 രൂപയാണ് അതിൻ്റെ വില വരുന്നത് തോന്നുന്നു. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് ചാർട്ട് എടുത്ത് അതിൽ മടക്കി ഫോൾഡാക്കി, കറക്റ്റായി ഫോൾഡാക്കി ഞാനതിലൊരു ഹേർട്ട് വരയ്ക്കുകയാണ്. ആ ഒരു ഹേർട്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതേപോലെ ഞാൻ ഹേർട്ട് വരച്ചെടുക്കുകയാണ്. ഹേർട്ട് വരച്ച് അത് കട്ട് ചെയ്തെടുക്കണം. ഒരു ഹേർട്ട് വരച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹേർട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പാണ് ഇപ്പോൾ ഈ സംഭവം ഹേർട്ടിൻ്റെ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഹേർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് പേപ്പറിലാണ് ഹേർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഒരു റെഡ് പേപ്പറിൽ ഹേർട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു റെഡ് പേപ്പർ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം തിളങ്ങുന്ന പേപ്പറാണ്. ആ ഒരു പേപ്പറിൽ ഹേർട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഹാഫായിട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ ഹാഫായിട്ട് മടക്കിയിട്ട് അതിലേക്ക് ഹേർട്ട് വരച്ചെടുത്ത് എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം വേണ്ടി. അപ്പോൾ അതേപോലെ റെഡ് കളറിലെ പേപ്പറിൽ ഞാൻ ഹേർട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഹേർട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിങ്ങനെ കറക്റ്റായിട്ട് ഹേർട്ടിൻ്റെ ഷേപ്പ് ഹാഫായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ അതേപോലെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹേർട്ടിൻ്റെ സൈസിനേക്കാളും കുറച്ച് സൈസ് കുറച്ചിട്ട് വേണം റെഡ് ഹേർട്ട് കട്ട് ചെയ്യാൻ. കാരണം അത് ബ്ലാക്ക് ബോർഡർ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡും ബ്ലാക്കും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, ബ്ലാക്ക് ആയിരിക്കും ഒന്നുകൂടി വലിപ്പം കൂടുതൽ, റെഡ് കുറച്ച് വലിപ്പം കുറവായിരിക്കും. അതിനനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതേപോലെ പുറത്തേക്ക് ബ്ലാക്ക് കാണുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഞാൻ ഈ ബ്ലാക്കിലേക്ക് ആ റെഡ് ഒട്ടിച്ച് ചേർക്കണം. ആ ബ്ലാക്ക് ഹേർട്ടിൻ്റെ ഉള്ളിലേക്ക് റെഡ് ഹേർട്ട് ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ പശയൊക്കെ വെച്ച് തേച്ച് ഞാനത് അതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതേപോലെ ഞാൻ ഇതേപോലെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്, ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കണം. എന്നിട്ടിത് നമ്മുടെ പേപ്പറിൽ കറക്റ്റായിട്ട് ഒട്ടി നിന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് 2 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് പീസ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 10-15 സെൻറ്റിമീറ്റർ നീളം, ഒരു 3 സെൻറ്റിമീറ്റർ വീതിയുള്ള വൈറ്റ് പേപ്പറാണ്. എന്നിട്ട് ഞാനിങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് 6 മോഡൽ ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. 6 മോഡലിലാണ് അതും കട്ട് ചെയ്യേണ്ടത്. കാരണം അത് ഇങ്ങനെ നിവർത്തുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് 6 മോഡലിൽ ഞാനിങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ച് ചേർക്കാനുള്ള ഒരു പ്ലാനിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അതേപോലെ മടക്കിയതിന് ശേഷം ഇതേപോലെ 2 സൈഡിലുമായിട്ട് 2 പോർഷൻ്റെ ബാക്കിലായിട്ട് ഓരോ പീസ് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് ചേർക്കണം. ഞാൻ ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് അവിടെ ബാക്കിൽ ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. പശ വെച്ചിട്ട് ബാക്കിൽ പശ തേച്ച് ഞാൻ ഇതേപോലെ ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ പശ കറക്റ്റ് ആ ഷേപ്പിൽ ഒട്ടിച്ച് ചേർക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പശ തേച്ച് പേപ്പർ ഒട്ടിച്ചു. അപ്പം ഞാനിങ്ങനെ 2 സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ അപ്പം നിവർത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഷേപ്പാവും. നമുക്കതിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ നല്ല ഹേർട്ട് ഷേപ്പ്, ആ ഹേർട്ട് നിവർത്തുമ്പോൾ ഇതിൽ കിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ നോക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.